അപ്പോൾ ഇന്ന് നമ്മളൊരു ഫണ്ണി റാബിറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഇങ്ങനെ ഒരു ചാർട്ട് പേപ്പർ വരയ്ക്കുക. പ്ലെയിൻ ചാർട്ട് പേപ്പറിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമുക്കിതുപോലെ സർക്കിൾ വരച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കുക. ഇത് ടോട്ടൽ ലെങ്ത് 28 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 14 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഗം വെച്ച് ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ മുയലിൻ്റെ ബോഡി പാർട്ട്. നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുയലിൻ്റെ ബോഡി പാർട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് റാബിറ്റിൻ്റെ കാലാണ്. അതിന് ഇതുപോലൊരു പേപ്പറിൽ റാ ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ച പോർഷനാണ് ഇത്. ഇനി ഇത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് രണ്ടായി മുറിക്കണം. എന്നിട്ട് ഓരോ പാർട്ടും ഓരോ സൈഡിലായി ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ച് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബണ്ണിയുടെ മുഖം ഒരുക്കിയാലോ? ആദ്യം മൂക്ക് തന്നെ ആയിക്കോട്ടെ. പെൻസിൽ യൂസ് ചെയ്യുക. ഫസ്റ്റ് നല്ല കൊമ്പൊക്കെ വരച്ച് മൂക്ക് വൃത്തിയായതിന് ശേഷം നമുക്ക് കണ്ണൊട്ടിക്കാം. കണ്ണിങ്ങനെ ഒട്ടിക്കാനായിട്ടില്ല എങ്കിൽ നമുക്ക് വരയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളയും കറുപ്പും യൂസ് ചെയ്ത് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് വരയ്ക്കുകയോ പേപ്പർ ഒട്ടിക്കുകയോ ചെയ്യാം. ഇനി ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്ത് നമ്മുടെ മൂക്ക് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഇനി കണ്ണ് നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കിയാലോ? ഇങ്ങനെ ലാസ്റ്റ് ചെവി ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിക്കുക. നമുക്ക് പിങ്ക് കളർ അല്ലാതെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ ബോഡി പാർട്ടും തലയുമായിട്ട് യോജിപ്പിച്ച് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബണ്ണി ഏകദേശം റെഡിയായിട്ടുണ്ട്. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായോ ബണ്ണിയെ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടമാകുമെന്നുള്ളത്. അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫണ്ണി കഥാപാത്രമായിട്ട് വരുന്നവരെ താങ്ക് യു.